നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ലക്ഷംവീട്ടിലാണ് താമസിക്കുന്നത്. ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്ന് തന്ന വീടാണ്. പട്ടയമില്ല എനിക്ക്. പട്ടയത്തിന് 3 പ്രാവശ്യം ഞാൻ അപേക്ഷ കൊടുത്തു. എനിക്ക് പട്ടയം കിട്ടിയിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഒരു വീട് 2 പ്രതികാരാണ്. അപ്പം ഈ വീട് പൊളിച്ചു പണിയാനുള്ള അനുമതി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപയാണ് അതിന് അനുവദിച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് പണി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. പിന്നെ നിർദ്ധരായ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ക്യാൻസർ പേഷ്യൻ്റ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമന്യമുള്ള കുട്ടികളുള്ള വീടുകൾ വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെ പോലെയാണ് ഞങ്ങൾക്ക് ഈ 4 ലക്ഷം രൂപ കൊണ്ട് ഈ വീട് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ എന്നോട് ഇവർ പറഞ്ഞത്, പട്ടയത്തിന് അപേക്ഷ വെച്ചപ്പോൾ പറഞ്ഞത് സർവേ നമ്പർ വേണം. സർവേ നമ്പറും വീട്ടു നമ്പരും ഒക്കെ ഞാൻ കൊടുത്തു. പക്ഷെ തണ്ടപ്പേര് കൊടുക്കണമെന്ന് പറയാം. ആരുടെ തണ്ടപ്പേരാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ ഈ വീട് പണി പൂർത്തീകരിച്ച് തരാനായിട്ട് സന്നദ്ധ സംഘടനകൾ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളെ വീട് പണിത് പൂർത്തീകരിച്ച് തരണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ നിർദ്ധരായ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവിടെ. അവർക്കൊക്കെ ഈ 4 ലക്ഷം രൂപ കൊണ്ട് പണി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കും എൻ്റെ അപ്പുറത്തെ വീട്ടുകാർക്കും ഞങ്ങൾ വീടിന് പെരയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടത്തില്ല. പട്ടയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാത്തത്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പട്ടയം കിട്ടാത്തതെന്ന് ചോദിച്ചാൽ, ഇത് വേറൊരു വ്യക്തി താമസിക്കേണ്ടിരുന്ന വീടായിരുന്നു. അങ്ങനെ തന്നെ പഞ്ചായത്തിൽ അപേക്ഷ വെച്ചിട്ട് എനിക്ക് കിട്ടിയ വീടാണ്. പക്ഷെ അന്ന് ഇവർ പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു പേപ്പറോ അങ്ങനെയോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ പിന്നെ അനുവാദ പത്രികയ്ക്ക് വേണ്ടി അപേക്ഷ വെച്ചപ്പോഴാണ്, പിന്നെ പട്ടയത്തിന് വേണ്ടി അപേക്ഷ വെച്ചപ്പോഴാണ് എനിക്ക് തണ്ടപ്പേര് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഈ തണ്ടപ്പേര് നമ്പർ എൻ്റെ കൈവശമില്ല. എനിക്ക് പട്ടയമില്ല. എൻ്റെ പട്ടയം ആദ്യം താമസിച്ചവരെ പട്ടയം ഉണ്ടെങ്കിലല്ലേ എനിക്ക് തണ്ടപ്പേര് അതിനകത്തുനിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പെര കിട്ടുമെന്ന് തന്നെ അറിയാൻ മേല. പിന്നെ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കുന്നതും നിർദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ സംഘടനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെ ഏൽപ്പിക്കാണ്ട് നിങ്ങൾ തന്നെ വന്ന് ഈ വീട് പൂർത്തീകരിച്ച് തരണമെന്ന് ഞാൻ പറയുന്നത്. ഈ വീഡിയോ കാണുകയാണെങ്കിൽ പിന്നെ എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതേ പറയാനുള്ളത്.